2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പന്തീരങ്കാവ് കേസിലെ പരാതിക്കാരി സ്വന്തം ഇഷ്ടപ്രകാരം അഭിഭാഷകരോടൊപ്പം പോയി. ഡൽഹിയിൽ നിന്നും വിമാനമാർഗം നാട്ടിലെത്തിച്ച പന്തീരങ്കാവ് കേസിലെ പരാതിക്കാരിയായ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ അഭിഭാഷകരുടെ കൂടെ പോയി. വടക്കേക്കര പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവതിയെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത്. രാത്രി 8:30 എയർപോർട്ടിലെത്തിച്ച സമയം കണ്ണൂർ സ്വദേശികളായ ദമ്പതികളായ അഭിഭാഷകരും അവിടെ എത്തിയിരുന്നു. രാത്രി 11:30 പറവൂരിലുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നതുവരെ ഇവർ കൂടെ ഉണ്ടായിരുന്നു. യുവതിയെ നാട്ടിലെത്തിച്ച വിവരം പറഞ്ഞ് പിതാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നെങ്കിലും തന്നോടൊപ്പം വരാൻ യുവതിക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇയാൾ തിരികെ പോവുകയായിരുന്നു. യുവതിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് വടക്കേക്കര പോലീസിൽ നൽകിയ പരാതിയിലെ അന്വേഷണത്തിലാണ് യുവതിയെ കണ്ടെത്തി പോലീസ് നാട്ടിലെത്തിച്ചത്. തിരുവനന്തപുരത്തെ ഓഫീസിലേക്കെന്ന് പറഞ്ഞ് 15 ദിവസം മുമ്പാണ് യുവതി വീട്ടിൽ നിന്ന് പോയത്. യുവതി യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഡൽഹിയിൽ യുവതി താമസിച്ച സ്ഥലം കണ്ടെത്തിയത്. കണ്ടെത്തുമ്പോൾ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കടക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. താൻ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ കാണാനില്ലെന്ന പരാതി പിൻവലിക്കണമെന്നും ബുധനാഴ്ച അമ്മയെ വാട്സാപ്പ് കോൾ വിളിച്ച് യുവതി ആവശ്യപ്പെട്ടിരുന്നു. പരാതി പിൻവലിക്കില്ലെന്ന് അമ്മ ഉറപ്പിച്ച് പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു. ഇക്കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. ഈ കോൾ വിവരങ്ങളും പോലീസിന് യുവതിയെ കണ്ടെത്താൻ സഹായമായി. താൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭർത്താവ് രാഹുലിനെതിരെ സ്ത്രീധന പീഡന പരാതി നൽകിയതെന്നും രാഹുൽ നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് തന്റെ യൂട്യൂബ് ചാനൽ മുഖേന യുവതി 3 വീഡിയോകൾ ഇതിനോടകം പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.